ഹലോ, ഞാനുണ്ടല്ലോ ഇന്ന് നമുക്ക് ഒരു അവിയൽ വെച്ചാലോ. അവിയൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണേ അവിയൽ. പിന്നെ ഒരുവിധമുള്ള എല്ലാ കഷ്ണങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ വേഗം ഉണ്ടാക്കി വെക്കുന്നൊരു കറിയാണ് അവിയൽ കറി. അത് ഏകദേശം സദ്യ സ്പെഷ്യലും കൊണ്ടെല്ലാം ഞാൻ വെക്കുന്നത്. ആദ്യം നമുക്ക് അത് വെക്കുന്നത് നോക്കാം. പാത്രത്തിൽ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിന് ശേഷം കഷ്ണങ്ങൾ കൈപ്പക്ക, ചീരത്തണ്ട്, ക്യാരറ്റ്, പയറ്, മുരിങ്ങക്കായ്, വെള്ളരിക്ക, പച്ചക്കായ്, ചക്കപ്പൂതൽ. നമ്മൾ പറയുന്നത് ചക്കപ്പൂതൽ എന്ന് ഇവിടെ പറയാം. ചിലവർ ചക്കക്കണ്ടൽ എന്ന് പറയും. പിന്നെ അതുപോലെ കൈപ്പക്ക, ഇതെല്ലാം കൂടിയാണ് നമ്മൾ ഇന്നൊരു അവിയൽ വെക്കുന്നത്. അപ്പോൾ നമുക്കത് വെക്കാനുള്ള ഒരു പാത്രം എടുത്തു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണം. എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ നല്ല ഇതിൽ വെന്ത് വരണം. കൂടുതൽ തീയാക്കാണ്ട് തീ കുറച്ച് വെച്ചിട്ട് അങ്ങനെ വെന്ത് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള അരപ്പും കാര്യങ്ങളെല്ലാം ചേർക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതെല്ലാം കൂടി എടുത്ത് ഇങ്ങനെ ഈ പാത്രത്തിലോട്ട് ഇട്ട് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അര സ്പൂണിൽ മേലെ മഞ്ഞൾപ്പൊടി വേണം. കാരണം മഞ്ഞ കളറിലാണ്, ഒരു നല്ല മഞ്ഞ കളർ കാണണം. അതിനു വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ അതുപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ടു. അതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ചെറു തീയിൽ വേവിച്ചെടുക്കാം. കൂടുതൽ തീയാവുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ഇതിനകത്തോട്ട് ഒഴിക്കുന്നില്ല. അപ്പോൾ വെള്ളം ഒഴിക്കാതെ കൊണ്ട് വെക്കുന്നതുകൊണ്ട് എണ്ണ മാത്രമാണ് ഇതിനകത്തുള്ളത്. ആ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ ചെറുതായിട്ട്, ഇതിന് പച്ചക്കറിയാണല്ലോ, അപ്പോൾ പച്ചക്കറിക്ക് എന്തായാലും നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ കുറച്ച് വെള്ളം ഇങ്ങോട്ട് വരും. അപ്പോൾ അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കുന്നവരെ കാത്തു വെക്കാം. നമ്മുടെ അവിയൽ ഇങ്ങനെ കഷ്ണങ്ങളെല്ലാം വെന്ത് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ളൊരു അരപ്പ് തയ്യാറാക്കണം. അരപ്പ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, തേങ്ങ, കറിവേപ്പില, പച്ചമുളക്, കുറച്ച് ജീരകം, ഇതെല്ലാം നൈസായിട്ട് അരച്ചെടുക്കാതെ കൊണ്ട് നല്ല ഒന്ന് ചതച്ചെടുക്കുക. അത്രേ വേണ്ടൂ. അധികം നൈസായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കറിവേപ്പില ഒരുപാട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ കറിവേപ്പില ഉണ്ട്. അതുകൊണ്ട് അതിനൊരു ക്ഷാമവും കാണിക്കുകയില്ല. അപ്പോൾ കറിവേപ്പില, തേങ്ങ, വെളുത്തുള്ളി, ജീരകം, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോഴത്തേക്കും കഷ്ണം നല്ല പാകത്തിന് വെന്ത് വരും. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് അതിന് ശേഷം ബാക്കി തൈരെല്ലാം ഒഴിച്ചിട്ട് ഉണ്ടാക്കാം. ഈ പാകത്തിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ അരപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല ഞാൻ ഇതിനകത്ത്. പക്ഷേ എല്ലാ കഷ്ണങ്ങളും നല്ല പാകത്തിന് വേവായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഇനി നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പ് ഒന്ന് ഒഴിച്ച് നോക്കാം. അതിനകത്തോട്ട് കുറച്ച് തൈരും ഒഴിച്ചിട്ടുണ്ട്. തൈര് അത് ചതച്ചെടുക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്. അതിന് അതൊന്ന് ചതഞ്ഞ് വന്നതിന് ശേഷം അപ്പോൾ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും കൂടിയായി ഇതെല്ലാം ഇതിനകത്തോട്ട് ഒഴിച്ച് ഇനി ഇത് നല്ലവണ്ണം ഇളക്കി ചേർത്തതിന് ശേഷം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇതായതിന് ശേഷം വേണമെങ്കിൽ ഒഴിക്കാന്നേ ഉള്ളൂ. കാരണം നമ്മൾ കുറച്ച് എണ്ണ ആദ്യം തന്നെ കൂടുതലായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണയെ കിടന്നിട്ടാണ് വെന്തിട്ടുള്ളത്. അപ്പോൾ എന്നാലും ഒരു ചെറിയൊരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു തുള്ളി വെളിച്ചെണ്ണ ഇതിനകത്തോട്ടേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ ഇതാണ് അവിയലിൻ്റെ പാകം എന്ന് പറയുന്നത്. അധികം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ടാവും, നമ്മൾ കറിക്ക് പറ്റിയ പോലെ തന്നെ. അപ്പോൾ അവിയൽ ഏകദേശം പാകമായി വന്നു. അതിനകത്തോട്ട് ഞാൻ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കൂടുതലൊന്നും ഒഴിക്കുന്നില്ല, കാരണം കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയിലാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ അതിന് മേലെ കൂടെ ഇടുക. അപ്പോൾ ഇത്രയായി, നമ്മൾ അവിയൽ റെഡിയായി.